അപ്പോൾ പൊന്നൂസ് വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പം നമുക്കിന്ന് കണ്ണൂർ പോലീസ് മൈതാനത്ത് ഓണം ഫെയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 10-ാം തീയതി മുതൽ സ്റ്റാർട്ടിങ് ആയതാണ്. അപ്പം നമുക്ക് അതൊന്ന് കാണാൻ വേണ്ടി പോയാലോ? അപ്പോൾ എല്ലാവരും വായോ. അപ്പോൾ അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാട്ടോ. ടിക്കറ്റ് മുതിർന്നവർക്ക് 150 രൂപയാണ്. അതായത് 5 വയസ്സിന് മുകളിലോട്ടുള്ളവർക്കൊക്കെ 150 രൂപ. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറി കേട്ടോ. അകത്തേക്ക് കയറുമ്പോൾ ഒരു രക്ഷയില്ല, മക്കളെ കാണേണ്ടത് തന്നെയാണ്. നല്ല അടിപൊളി സംഭവമായിട്ട്. ആദ്യം നമുക്ക് അത്ര ക്ലിയറായിട്ട് ഒന്നും കാണാനൊന്നും പറ്റില്ല, കാരണം ഒരു മൂടൽ പോലെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴാട്ടോ നമ്മൾ ഓരോ സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ കാണാൻ പോകുന്നത്. ഞാനിപ്പോൾ ഈ നടക്കുന്ന ഭാഗമൊക്കെ കണ്ട എന്ത് മനോഹരമായിട്ടാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇതിലെ നടന്ന് കയറി നമ്മൾ ചെല്ലുന്ന ഒരു വാട്ടർഫോൾസിൻ്റെ മുമ്പിലേക്കാണ് കേട്ടോ. പരമാവധി ക്ലിയറോടെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അത് ക്ലിയർ കുറവുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സെറ്റിങ്സ് അങ്ങനെയാണ് വരുന്നത് കേട്ടോ. പിന്നെ അവിടെ നിറച്ചും ഫോട്ടോ എടുക്കുന്നവരുടെ ഒക്കെ തിരക്കായിരുന്നു. ഫോട്ടോ ആയിട്ടും വീഡിയോ ഒക്കെ ആയിട്ട് എടുത്ത് മരിക്കുന്നവരുടെ ഭാഗമാണ് കാണുന്നത്. നമുക്ക് അവിടുന്ന് വരാൻ തോന്നില്ല കേട്ടോ. 150 രൂപ കൊടുത്ത് കയറിയാലും നമുക്ക് നഷ്ടമൊന്നുമില്ലേ. അപ്പം മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദുബായ് മോഡൽ ഒക്കെ അവരവിടെ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന്. എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പേഴ്സണലായിട്ട്. ഇനിയിപ്പം നിങ്ങൾക്കൊക്കെ പോയി കാണുന്നവരുടെ അഭിപ്രായം എന്താണെന്ന് നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ എല്ലാവരും പോയി കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ. അങ്ങനെ നമ്മൾ ആ ഒരു വാട്ടർഫോൾസ് കഴിഞ്ഞ് നമ്മളകത്തേക്ക് കയറുമ്പോൾ ആ ചുമരയിലൊക്കെ നല്ല ചിത്രപ്പണികളൊക്കെ കൊടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫോട്ടോ എടുക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ നിറയെ ഫോട്ടോ എടുത്ത് ആസ്വദിക്കാൻ പറ്റും അവിടെ നിന്നിട്ട് കേട്ടോ. അത്ര മനോഹരമായിട്ടാണ് അവരവിടെ എല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അതും കഴിഞ്ഞ് നമ്മൾ വീണ്ടും രണ്ടാമത് എത്തിയിരിക്കുന്നത് ഒരു വാട്ടർഫാൾസിൻ്റെ മുമ്പിലേക്ക് തന്നെ കേട്ടോ. അവിടെ ഇതേപോലെ തന്നെ ഫോട്ടോ എടുക്കുന്നവരും വീഡിയോ എടുക്കുന്നവരും അത് കണ്ട് ആസ്വദിച്ച് നിൽക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ ഞാനും അവിടെ കുറച്ച് സമയം നിന്നു. എന്നിട്ട് നമ്മൾ അതൊക്കെ അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചതിന് ശേഷം കേട്ടോ വീണ്ടും അകത്തേക്ക് കയറാൻ പോകുന്നത്. അകത്തേക്ക് കയറുമ്പോൾ തന്നെ വേറെ ഒരു വൈബാണ് കേട്ടോ. എൻ്റെ മക്കളെ നിങ്ങളത് പോയി കാണണം. കണ്ടു കഴിഞ്ഞാലേ അത് മനസ്സിലാവുള്ളൂ. നമ്മൾ വീഡിയോയിൽ കൂടെ പറയുന്നതല്ലല്ലോ. നേരിട്ട് കാണുന്നതും വീഡിയോ കാണുന്നതും രണ്ടും രണ്ടാണല്ലോ എന്ത് പറഞ്ഞാലും. അപ്പം നമ്മൾ അങ്ങോട്ട് കയറുമ്പോൾ തന്നെ നിറയെ പച്ചപ്പ്, പിന്നെ പലതരത്തിലുള്ള പക്ഷികൾ, അത് ഒന്ന് വേറെ തന്നെ കേട്ടോ. അപ്പം ഞാനത് വർണ്ണിക്കുന്നില്ല, നിങ്ങളൊന്ന് കണ്ടു നോക്കേ. പരമാവധി ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതൊക്കെ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും വീഡിയോ കാണുന്നവർ അതൊന്ന് കണ്ടു നോക്കേ. കണ്ടു നോക്കിയിട്ട് ഞാൻ തിരികെ വരാം. ലൈറ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ചെല്ലുന്നത് ഫോട്ടോ എടുക്കുന്ന ഒരു പോയിൻറ്റിലേക്കാണ് കേട്ടോ. അവിടെ പലതരത്തിലുള്ള ഫ്ലവറും കാര്യങ്ങളും അവർ ചെയ്ത് വെച്ചതാണ് കേട്ടോ. അത് ഒറിജിനലല്ല, സ്പോഞ്ച് പോലത്തെ സംഭവം കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. സ്റ്റാൻഡൊക്കെ കൊടുത്തിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. പിന്നെ അവിടെ ഒരു ഊഞ്ഞാൽ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെ ചെരിഞ്ഞും നിവർന്നും ഇരുന്നും കിടന്നും ഒക്കെ ഫോട്ടോ എടുക്കാൻ പറ്റും കേട്ടോ. അപ്പം നമ്മളതൊക്കെ അവിടെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. ഫോട്ടോ എടുക്കുന്നവരെയൊക്കെ നമ്മൾ കുറച്ച് സമയം നോക്കിയൊക്കെ നിന്നു. പല മോഡലിലുള്ള ഫോട്ടോകളൊക്കെ എടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നേ. അപ്പം അതും അവിടുന്ന് പിന്നെ നമ്മൾ പോയത് നേരെ ഫർണിച്ചർ സെക്ഷനിലേക്കാണ് കേട്ടോ. ഫർണിച്ചർ ആണെങ്കിലും നല്ല ചെറിയ റേറ്റിന് ഒരു അറസെറ്റൊക്കെ കൊടുക്കുന്ന രീതിയിൽ അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലൊരു സെറ്റ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ അവിടെ അലമാരയൊക്കെ തുറന്ന് നോക്കി. പിന്നെ കട്ടിലയിൽ തന്നെ LED ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്ത് അങ്ങനെ ഒരു മോഡലുണ്ടായിരുന്നു കേട്ടോ. അത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ചെറിയ തരത്തിലുള്ള ഗ്ലാസ് ടോപ്പോട് കൂടിയിട്ടുള്ള ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ സോഫ സെറ്റ്,
ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവർ മലപ്പുറംകാരുടെയാണെന്ന് പറഞ്ഞു ഫർണിച്ചർ ഇതൊക്കെ അവിടെ ഒരുക്കിയിരിക്കുന്നത് കേട്ടോ. അവരോട് ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് നമ്മൾ ബുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മളുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് സെറ്റ് ചെയ്ത് തരും, ഏത് മോഡൽ വേണമെങ്കിലും എന്നാണ്. പിന്നെ അത് കണ്ടോ, LED ലൈറ്റ് കൊടുത്തിട്ട് കണ്ണാടിയൊക്കെയുള്ള അതൊരു കട്ടിലാണ് കേട്ടോ. അതിന് 3 വലിപ്പും കാര്യങ്ങളും ഒക്കെ വരുന്നതാണ്. പിന്നെ ചാർജർ പോയിൻ്റ് അതൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് സ്പേസും കാര്യങ്ങളും നമുക്ക് സ്റ്റോറേജ് സ്പേസും ഉണ്ടായിരുന്നു കേട്ടോ കട്ടിലിന്. പിന്നെ അതിൻ്റെ കൂടെ തന്നെയുള്ള കേട്ടോ ഈ അലമാര, അത്യാവശ്യം അതിനും നല്ല സ്പേസും കാര്യങ്ങളും ഉണ്ടായിരുന്നേ. ഒരലമാര, അത് 3 ഡോറിൻ്റെ അലമാര, പിന്നെ കട്ടിൽ, പിന്നെ ഡ്രസ്സിങ് ടേബിള്, ഇതെല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പിന്നെ ഒരു സ്റ്റാൻഡ്, അതെല്ലാം കൂടി ഉൾക്കൊള്ളിച്ചിട്ട് അവർ 78,000 രൂപയ്ക്ക് അതവിടെ ഓഫർ റേറ്റിൽ ഇട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. കാരണം അത്യാവശ്യം നമുക്ക് സ്റ്റോറേജ് ആണല്ലോ എപ്പോഴും വേണ്ടത്, അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതൊക്കെ കണ്ട് അവരോട് വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പിന്നെ മുമ്പോട്ടേക്ക് നടക്കുന്ന ഭാഗങ്ങളാണ് ഈ കാണുന്നത്. 2 സൈഡിലായിട്ടും പിന്നെ ഒരുപാട് സംഭവങ്ങൾ, അതായത് ഷോപ്പുകളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും നോക്കി മേടിക്കാൻ പറ്റും. ബുക്ക് സ്റ്റാളായിട്ടും അതായത് മലാലയുടെ ബുക്ക് അതൊക്കെ നമുക്ക് വായിക്കാൻ പറ്റുന്ന തരത്തിലൊക്കെ ഉള്ളതൊക്കെ ഒരുക്കി അവർ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പുറത്തെ സൈഡിലൊക്കെ ഓരോ സംഭവങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം. പിന്നെ അച്ചാർ കാര്യങ്ങൾ, അത് ഞാൻ എല്ലാ കൊല്ലവും അവിടെ പോയി കഴിഞ്ഞാൽ മേടിക്കുന്ന കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവുമേ. നമുക്ക് മേടിച്ച് നോക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. പിന്നെ കോഴിക്കോടൻ ഹൽവ, പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. പിന്നെ നമുക്ക് പിന്നെ മുടിയെ കുത്തുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെവിടെ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റുന്നതാണല്ലോ. അപ്പം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. വാട്ടർ പ്യൂരിഫയറിൻ്റെ സംഭവങ്ങൾ, പിന്നെ സോപ്പുകൾ, അങ്ങനത്തെ പിന്നെ ഫാൻസി ഐറ്റംസുകൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളവിടെ ചെല്ലുക, ഒരു കൊട്ട എടുക്കുക, 30 രൂപ വെച്ചിട്ടുള്ള ഓരോ സാധനങ്ങളും നമുക്ക് വേണ്ടുന്നത് കൊട്ടയിലെടുത്ത് ഇടുക, എന്നിട്ട് അവർക്ക് പൈസ കൊടുത്തിട്ട് എടുത്തിട്ട് വരിക. അപ്പം നിങ്ങൾ ഇതൊക്കെ ഒന്ന് കാണുക കേട്ടോ. ഫാൻസി ഐറ്റംസുകളൊക്കെ തൂങ്ങിക്കിടക്കുന്ന അവിടെ ഒരു കുഞ്ഞു പാവലത്തെ സംഭവം കണ്ട് അത് പിടിച്ച് അമർത്തുമ്പോൾ ഒച്ച വരും. അപ്പം ഇതൊക്കെ ഒന്ന് കാണേ. പിന്നെ ഒരുപാട് വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നിങ്ങളെല്ലാവരും പോകാൻ നിൽക്കുന്നവരൊക്കെ ആയിരിക്കും, എന്നാലും വീഡിയോയും കാണണം, പോയി നോക്കുകയും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ എന്താ അച്ചാറിൻ്റെ അടുത്തൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് വായിൽ വെള്ളം വരും കേട്ടോ, ആ മണമൊക്കെ അടിച്ചിട്ട്. പിന്നെ വയറിൻ്റെ പ്രശ്നം കൊണ്ട് നമ്മളതൊന്നും അങ്ങനെ ശ്രദ്ധിക്കില്ലല്ലോ. പിന്നെ അടുത്തത് പോയത് കുപ്പിവള സെക്ഷനിലേക്കാണ് കേട്ടോ മക്കളെ. പല തരത്തിലുള്ള പല കളേഴ്സിലുള്ള കുപ്പിവളകൾ കണ്ടാൽ കൊതി വരും കേട്ടോ. വാങ്ങാനും തോന്നുവേ. എന്തായാലും ഇഷ്ടം പോലെ കളറിൽ കുപ്പിവളകളുണ്ടായിരുന്നു. നമ്മൾ നോക്കി നടക്കുന്ന സമയത്ത് അതൊന്നും കിട്ടൂല. പക്ഷേ ഈ ഫെയറിൽ കയറി കഴിഞ്ഞപ്പോൾ അവിടെ ഇഷ്ടം പോലെ കുപ്പിവളകളുണ്ട് കേട്ടോ. കുപ്പിവളകളോട് ആഗ്രഹമൊക്കെ ഉള്ളവരൊക്കെ അത് മേടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മൾ പോയത് ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്ക്. അവിടെ ഞാൻ കയറി ചോദിച്ചിട്ടുണ്ടായിരുന്നു മാക്സികളും. ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ അംബ്രല്ല ഫ്രോക്ക് മാക്സികൾ. അപ്പോൾ അതിൻ്റെയൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ അത് 250 രൂപ മുതലാണ് സ്റ്റാർട്ടിങ് കേട്ടോ. പല സൈസിലുള്ളതും അവൈലബിളാണ്. പിന്നെ ചോളത്തിൻ്റെ ഇതുണ്ടായിരുന്നു. അങ്ങനെ ഒരു ചോളമൊക്കെ ഞാൻ മേടിച്ചു കൊടുത്തു. ബട്ടർ ഇട്ടിട്ടുള്ള ചോളമാണ് വാങ്ങിക്കൊടുത്തത്. കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ടാറ്റ.